നമസ്കാരം. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന LP-UP എക്സാമിൻ്റെ പ്രൊഫൈൽ മെസ്സേജുകൾ വന്നു കഴിഞ്ഞു. നമ്മളെല്ലാം പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തും കഴിഞ്ഞിട്ടുണ്ടാകും. എന്താണെങ്കിലും ഉടനെ തന്നെ നമ്മുടെ ഇൻ്റർവ്യൂ ഉണ്ടാകും. നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്യുക എന്നത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ അവിടുന്നോ ഇവിടുന്നോ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന് ചിട്ടയായ ഒരു മുന്നൊരുക്കം ആവശ്യമാണ്. ഞാനും നിങ്ങളെപ്പോലെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. ഞാൻ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങളുടെ മുമ്പിലും കൂടി അവതരിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എൻ്റെ പഠനത്തെ സഹായിക്കുകയും അതുപോലെ പുതിയ ആശയങ്ങൾ ആർക്കെങ്കിലും സഹായകമാകുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നോക്കാനായിട്ട് പോകുന്നത് ഒരു അധ്യാപക ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു അധ്യാപകന് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണങ്ങൾ എന്തെല്ലാമാണ്, ഒരു ടീച്ചർ എന്ന് പറയുന്ന ആൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി തന്നെ അധ്യാപക ജോലിയിൽ ഏർപ്പെടുന്ന എല്ലാ ആളുകൾക്കും ക്ഷമാശീലമുള്ള ആളായിരിക്കണം. തൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞിൻ്റെ മനസ്സിൽ എന്താണ്, അല്ലെങ്കിൽ ഒരു രക്ഷിതകർത്താക്കൾ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ PTA അംഗങ്ങൾ എന്താണ്, നമ്മുടെ സമൂഹത്തിൽ എന്താണ് പറയുന്നത്, അങ്ങനെ കേൾക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്കോ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനസ്സ് ഉള്ള ആളായിരിക്കണം അധ്യാപകൻ. പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കരുത് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾ. അതുപോലെ തന്നെ എന്ത് സാഹചര്യവുമാണെങ്കിലും തൻ്റെ ചുറ്റുപാടുകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു ശേഷി അധ്യാപകന് ഉണ്ടായിരിക്കണം. സമൂഹത്തിലായിക്കോട്ടെ, കുട്ടികളോടായിക്കോട്ടെ, മാതാപിതാക്കളോടായിക്കോട്ടെ, ആരോടാണെങ്കിലും അധ്യാപക ജോലിയിൽ ഏർപ്പെടുന്ന അധ്യാപകന് സമൂഹവുമായി പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കണം. അധ്യാപകൻ ഒരു ഗവേഷകനായിരിക്കണം. തൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താണ് നൽകേണ്ടതെന്ന് കൃത്യമായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന, നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അധ്യാപകൻ. ഏതൊരു കാര്യവും കണ്ടു കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ താൻ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിന്, തൻ്റെ സമൂഹത്തിന് എന്ത് ഗുണമാണ് അതുകൊണ്ടുണ്ടാകുന്നതെന്ന് വീക്ഷിക്കാനുള്ളൊരു ശേഷി അധ്യാപകന് ഉണ്ടായിരിക്കണം. അധ്യാപകൻ നിരന്തരം ഒരു ഗവേഷകൻ ആയിരിക്കണം. സമൂഹത്തിലൊരു മാതൃകയായിരിക്കണം. സമൂഹത്തിലുണ്ടാകുന്ന ഏതൊരു കാര്യത്തിനും അതിന് കൃത്യമായ ഉത്തരം നൽകാനായിട്ട് ശേഷിയുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു മാതൃകയാക്കാൻ കഴിയുന്ന ആളായിരിക്കണം അധ്യാപകൻ. അതുകൊണ്ട് തന്നെ അധ്യാപകന് ദുശീലങ്ങളൊന്നും തന്നെ ഉണ്ടാവാനായിട്ട് പാടുള്ളത് അല്ല. കൃത്യമായിട്ട് അധ്യാപകന് ആശയങ്ങൾ അവതരിപ്പിക്കാനായിട്ട് സാധിക്കണം. തൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളോട് തൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് ചെറിയ വാക്കിൽ ലളിതമായിട്ട് അവതരിപ്പിക്കാനായിട്ട് ശേഷിയുള്ള ഒരു വ്യക്തിയായിരിക്കണം അധ്യാപകൻ. അധ്യാപകൻ നല്ല കേൾവിക്കാരനായിരിക്കണം. അധ്യാപകൻ നല്ല കേൾവിക്കാരനായിരിക്കണം. അതുപോലെ തന്നെ IT മേഖലയിൽ നല്ല അറിവുള്ള ആളായിരിക്കണം. കാരണം തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഫോണായിക്കൊള്ളട്ടെ, ഫോണിലെ ആപ്ലിക്കേഷനുകളായിരിക്കട്ടെ, എന്താണെങ്കിലും തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് തന്നെ അധ്യാപകന് IT മേഖലയിൽ നല്ല അറിവുണ്ടായിരിക്കണം. നമ്മളെല്ലാം പഠിപ്പിക്കുന്നത് ഗവൺമെൻറ് സ്കൂളുകളിലാണ്. അതുകൊണ്ട് സ്കൂളിലെ പ്രവർത്തനങ്ങൾ മറ്റ് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമമായിട്ട് ഈ ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, FB, യൂട്യൂബ് എന്നിവയൊക്കെ ഉപയോഗിക്കാനായിട്ട് കഴിവുള്ള ആളായിരിക്കണം അധ്യാപകൻ. കുട്ടികളെ എപ്പോഴും ഉത്സാഹത്തോടെ ഇരുത്തുന്ന അല്ലെങ്കിൽ എൻഗേജ് ചെയ്ത് ഇരുത്താനായിട്ട് കഴിവുള്ള ഒരാളായിരിക്കണം അധ്യാപകൻ. അധ്യാപകൻ എപ്പോഴും ഒരു ഊർജ്ജസ്വലതയോടെ നിൽക്കാനായിട്ട് കഴിവുണ്ടായിരിക്കണം. കുട്ടികൾ എപ്പോഴും നോക്കുന്നത് നല്ല ഉത്സാഹമായിട്ടിരിക്കുന്ന അധ്യാപകരുടെ അടുത്തായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടവും അങ്ങനെയുള്ളവരെയാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകൻ എപ്പോഴും എന്ത് ചെയ്യണം, കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാനായിട്ട് നല്ല ഉത്സാഹത്തോടെ നിൽക്കുന്ന ആളായിരിക്കണം. അതുപോലെ നല്ല പുഞ്ചിരിയുള്ള ആളായിരിക്കണം. ഇപ്പം എല്ലാവരോടും നല്ല ചിരിച്ച ഭാവത്തോടെ നന്നായി സംസാരിക്കാൻ കഴിവുള്ള ആളായിരിക്കണം അധ്യാപകൻ. സമൂഹത്തിലുണ്ടാകുന്ന ഈ മാറ്റത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ആളായിരിക്കണം.
സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും അങ്ങനെ അംഗീകരിക്കുന്ന ഒരാൾ എന്നല്ല, ആ മാറ്റങ്ങളോട് പൊരുത്തപ്പെട്ട് ഒരു അധ്യാപകനാണ് തനിക്ക് ചേരുന്ന രീതിയിൽ ജീവിക്കണം എന്ന രീതിയിൽ ഉള്ള ആളായിരിക്കണം അധ്യാപകൻ. വസ്ത്രധാരണത്തിലാണെങ്കിലും സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അംഗീകരിക്കുകയും എന്നാൽ അതിൽ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ഉൾക്കൊണ്ട് സമൂഹത്തിന് പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കണം. ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ സമൂഹം എപ്പോഴും ഓഡിറ്റ് ചെയ്ത് നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. അപ്പം ആ സമൂഹം എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു അധ്യാപകനാകാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇതിൽ പറയുന്നത്. പക്ഷേ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് എനിക്കൊരു അധ്യാപകനെ പരിചയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട അധ്യാപകൻ ഇങ്ങനെയായിരുന്നു, ഇതെല്ലാം കഴിവുകൾ ഈ അധ്യാപകനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അധ്യാപകൻ്റെ ഈ ശേഷികൾ. അങ്ങനെ ഒരു ഉദാഹരണത്തിലൂടെ ഒരു അധ്യാപകൻ എനിക്കിങ്ങനെ പരിചയമുണ്ട്, അധ്യാപകൻ്റെ കഴിവുകൾ ഇങ്ങനെയായിരുന്നു എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് എങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എൻ്റെ ആശയങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ അവതരിപ്പിച്ചത്. നിങ്ങളുടെയും കൂടി ആശയങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു ഇൻ്റർവ്യൂവിന് നമുക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കാനായിട്ട്, നമ്മുടെ ശൈലിയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങളുടെയും കൂടി ആശയങ്ങൾ ഉൾക്കൊണ്ട് ഇതൊന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ മാത്രമാണ് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ പേടിയില്ലാതെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു അധ്യാപിക ആകുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്, നമ്മുടെ വലിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് പേടിയില്ലാതെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് നമ്മളൊന്ന് തനിച്ച് പറഞ്ഞു നോക്കുക. അതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. സ്വന്തം ആശയങ്ങളും കൂടി ഉൾക്കൊണ്ട് പറയുമ്പോൾ നമുക്ക് മറന്നു പോകാതെയോ അല്ലെങ്കിൽ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ വരില്ല. ക്ലാസ്സുകൾ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടെ ചേർന്നോളൂ.